CCTVയുടെ ഹാർഡ് ഡിസ്ക് ഉപേക്ഷിച്ച സ്ഥലത്തും തെളിവെടുപ്പ് നടത്തിയിരുന്നു. കാസർഗോഡ് മഞ്ചേശ്വരം ബാക്രബയലിൽ യുവാവിന് അജ്ഞാതന്റെ വെടിയേറ്റു. ബാക്രബയൽ സ്വദേശി സവാദിനാണ് വെടിയേറ്റത്. സവാദ് ബൈക്കിൽ പോകുമ്പോൾ കുറ്റിക്കാട്ടിനുള്ളിൽ വെളിച്ചം കണ്ടു നിർത്തി അന്വേഷിക്കുമ്പോഴാണ് വെടിയേറ്റത്. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫെ, എങ്ങനെയാണ് വിവരങ്ങൾ? എന്താണ് സംഭവം? കാളിദാസ്, ഇന്നലെ രാത്രി 9:30 ഈ സംഭവം നടക്കുന്നത്. വീട്ടിലേക്ക് പോവുകയായിരുന്ന ബാക്രബയൽ സ്വദേശി സവാദിനാണ് വെടിയേറ്റിട്ടുള്ളത്. അതായത് ഇന്നലെ വീട്ടിലേക്ക് പോകുന്ന വഴി കുറ്റിക്കാട്ടിൽ ഒരു വെളിച്ചം കാണുന്നു. ഈ വെളിച്ചം കാണുമ്പോൾ ആ ഭാഗത്തേക്ക് പോയി പരിശോധന നടത്തുന്നതിനിടെയാണ് ഇത്തരത്തിൽ യുവാവിന് പരിക്കേറ്റത്, വെടിയേറ്റത്. ഇയാളുടെ തുടയലിനാണ് ഇത്തരത്തിൽ വെടിയേറ്റിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരിക്ക് ഗുരുതരമുള്ളതല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇയാൾ മംഗലാപുരത്തെ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ്. സവാദിന്റെ മൊഴി പ്രകാരം പോലീസ് ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. ഈ അജ്ഞാതന്റെ വെടിയാണ് ഏറ്റിട്ടുള്ളത്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. നാട്ടുകാർ നൽകുന്ന സൂചന അനുസരിച്ച് ഒരുപക്ഷെ കാട്ടുപന്നിയെ മറ്റും വെടിവെക്കുന്നവരായിരിക്കാം, നായാട്ട് സംഘത്തിന് വെടിയേറ്റതായിരിക്കാം എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന സൂചന. മറ്റൊരു വിവരങ്ങളൊന്നും ഇതുവരെയും ലഭ്യമായിട്ടില്ല. എന്തായാലും പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. ഇന്ന് ഈ പ്രദേശങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് മഞ്ചേശ്വരം പോലീസിന്റെ നേതൃത്വത്തിൽ വലിയ പരിശോധന നടത്തുമെന്നും അറിയാൻ സാധിക്കുന്നു. എന്തായാലും വെടിയേറ്റ ബാക്രബയൽ സ്വദേശി സവാദിന്റെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ആശ്വാസകരമായ വാർത്ത. ഇന്നലെ രാത്രി 9:30 കൂടിയാണ് ഇത്തരത്തിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന സവാദിനെ വെടിയേറ്റിട്ടുള്ളത്. മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇനി പോലീസാണ് വ്യക്തത വരുത്തേണ്ടത്. എന്തായാലും ഗുരുതര പരിക്കുകൾ ഇല്ല എന്നാണ് പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാളിദാസ്. ജോസഫെ, വെടിയേറ്റ യുവാവിന് പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരം. എന്നിരുന്നാലും ആ ഒരു ദേഹത്ത് വെടിയേറ്റ ആ ഒരു ബുള്ളറ്റ് വെച്ച് ഏതൊരു തോക്കാണ് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ അതൊരു എയർഗൺ ആണോ എന്നുള്ളതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബുള്ളറ്റിന്റെ ഒരു സ്ഥിതി വെച്ചിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ കൃത്യമായി ലഭിക്കുന്നുണ്ടോ? അത് കേന്ദ്രീകരിച്ചായിരിക്കും ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് എന്ന് തോന്നുന്നു, അല്ലേ? കാളിദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ എയർഗൺ ഉപയോഗിച്ചല്ല വെടിയേറ്റിക്കുന്നതെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസും അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് നൽകുന്നത്. എന്തായാലും ഇത്തരത്തിൽ കുറ്റിക്കാട്ടിൽ വെളിച്ചം കണ്ട് പരിശോധിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വെടിയേറ്റിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങളും പോലീസ് ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താണ് യഥാർത്ഥ കാരണം എന്ന് പോലീസിന് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. വെടിയേറ്റിട്ടുണ്ട് എന്ന് മാത്രമാണ് പോലീസിന് പ്രാഥമികമായി ലഭിച്ചിട്ടുള്ള വിവരം. അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഈ സവാദിന്റെ മൊഴി മാത്രമാണ് ഇപ്പോൾ പോലീസ് ലഭിച്ചിട്ടുള്ളത്. ഇത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ പോലീസും ഇതുവരെ തയ്യാറായിട്ടില്ല. എന്തായാലും മറ്റൊരു വിവരം ലഭിക്കുന്നതനുസരിച്ച് ഇത്തരത്തിൽ നായാട്ട് സംഘങ്ങൾ ഈ പ്രദേശത്തുണ്ട്. ഇവരുടെ ഭാഗത്തു നിന്ന് ഒരുപക്ഷെ കാട്ടുപന്നിയാണ് എന്ന് വിചാരിച്ച് ഒരുപക്ഷെ വെടിവെച്ചതായിരിക്കാം എന്നുള്ള സൂചന കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തേണ്ടത് പോലീസാണ്. ചില ദുരൂഹതകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. സാധാരണക്കാരനായിട്ടുള്ള ആളുകളുടെ കയ്യിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ അലക്ഷ്യമായി ഉപയോഗിക്കുന്ന രീതിയിൽ തോക്കുകളും മറ്റും എത്തിച്ചേരുന്നത് എന്നുള്ള കാര്യം വലിയ രീതിയിൽ പരിശോധിക്കപ്പെടേണ്ടതാണ്. മാത്രമല്ല മഞ്ചേശ്വരം കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ ഇത്തരത്തിൽ തോക്ക് ചൂണ്ടിയുള്ള കൊള്ളകളും അതുപോലെ തന്നെ കവർച്ചകളും നടക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. മഞ്ചേശ്വരം നമുക്കറിയുന്ന പോലെ തന്നെ മംഗലാപുരവുമായി അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം കൂടിയാണ്. മാത്രവുമല്ല ഇത്തരത്തിൽ ഒരു 2 മാസം മുമ്പാണ് ഉള്ളാളിൽ തോക്ക് ചൂണ്ടി ബാങ്ക് കൊള്ളയടിക്കുന്ന ഒരു സാഹചര്യവും മഞ്ചേശ്വരത്ത് ATM-ൽ പണം നിറയ്ക്കാൻ കൊണ്ടുവന്ന വാഹനത്തിൽ നിന്ന് 50 ലക്ഷം രൂപയും ഈ തോക്ക് ചൂണ്ടി കവർന്നെടുത്തത്. എന്തായാലും ഈ തോക്കിന് പിന്നിൽ ആരെ എന്നുള്ളൊരു ചോദ്യമാണ് പോലീസ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. മാത്രവുമല്ല ഈ പ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ച് പരിശോധന ശക്തമാക്കുന്നതിലൂടെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധിക്കുന്നതിലൂടെ ഈ ആളെ കണ്ടെത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ കൂടി പോലീസ് പങ്കുവെക്കുന്നുണ്ട്. കുറ്റിക്കാട്ടിൽ ഇത്തരത്തിൽ വെളിച്ചം കണ്ട് പരിശോധിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ സവാദിന് വെടിയേൽക്കുന്നത്. ഈ വെടിവെച്ച ആൾ ഒരുപക്ഷെ നായാട്ടുകാരനോ അല്ലെങ്കിൽ
എന്തെങ്കിലും കവർച്ചാ സംഘത്തിലെ ആളോ ആയിരിക്കാമെന്നുള്ളൊരു സൂചന കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ ഇന്ന് ഒരു വ്യക്തത വരുത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രാഥമികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് അജ്ഞാതന്റെ വെടിയേറ്റു മഞ്ചേശ്വരം സ്വദേശിക്ക് എന്ന് മാത്രമാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം. ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല. മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. വെടിയേറ്റത് അദ്ദേഹത്തിന്റെ കാലിന്റെ തുടയുടെ ഭാഗത്താണ്. ഇന്നലെ 9:30 രാത്രിയിലാണ് ഇത്തരത്തിൽ ഈ സംഭവം ഉണ്ടാകുന്നത്. കാളിദാസ്. ശരി, ദുരൂഹതയുണ്ട് സംഭവത്തിൽ. വ്യക്തത തേടി മുന്നോട്ട് നീങ്ങുകയാണ് അന്വേഷണ സംഘം. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.